ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കെയിലില്ലേ, നമുക്കതൊന്ന് തോരൻ വെച്ചാലോ? ഇത് വൃത്തിയാക്കുമ്പോഴേ നമ്മുടെ ചേമ്പിൻ്റെ ഇല പോലെ കേട്ടോ, വെള്ളം പിടിക്കില്ല. അതുകൊണ്ട് ഓരോന്നെടുത്തിട്ട് വെള്ളത്തിൽ മുക്കി അതിൻ്റെ മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കൈകൊണ്ട് ഒലച്ച് കഴുകിയെടുക്കണം. ഇത് കണ്ടോ, നല്ല അനാർക്കലി ചുരിദാറിൻ്റെ ആ അടിഭാഗം പോലെയല്ലേ കാണാൻ? നല്ല രസമുണ്ട് കാണാനേ. ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടികളെ. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചരിയാം. അതിൻ്റെ കട്ടിയുള്ള ഭാഗം ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊന്നും വലിയ കട്ടിയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ കൂട്ടിപ്പിടിച്ച് സാധാരണ ചീര അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക. കുറച്ച് നേരത്തെ പണിയായിരുന്നു കേട്ടോ. പിന്നെന്താ, നമ്മുടെ പച്ചമുളകും സവാളയും തേങ്ങയും, ഇത്ര മതി. അപ്പോൾ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റംസ്, ചീരയും സവാളയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാണുമ്പോൾ ഇതാ ചീനച്ചട്ടി നിറച്ചുകൊണ്ട് കേട്ടോ. പക്ഷേ ആവി തട്ടി ഒന്ന് ചൂടൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ ഇലത്തോരൻസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് അവസാനം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത്രയും അളവ് കണ്ടിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്താലേ അവസാനം ഉപ്പ് മുന്നിൽ നിൽക്കും, തോരൻ പുറകെ ആയിരിക്കും വരിക. തേങ്ങ ഇവിടെ ഇരിക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ കൂട്ടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലെ. അപ്പോഴത്തേക്ക് ആ തേങ്ങയുടെ ആ തണുപ്പൊക്കെ ഒന്ന് മാറി തേങ്ങ ഒന്ന് ഇതുപോലെ ഇളകി വരും. അപ്പോൾ തേങ്ങ എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെയും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും കേട്ടോ. അതുകൊണ്ട് അവസാനത്തെ സ്റ്റേജിലാണ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഉപ്പ് ഇട്ടു ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 10-12 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രഷായിട്ട് കെയിൽ പറിച്ചുകൊണ്ട് വന്നു. നല്ല സൂപ്പറായിട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കെയിൽ കിട്ടുമ്പം ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്.